2000 വർഷം മുമ്പ് അപ്പോസ്തലനായ തോമസ് ഇവിടെ വന്നു. തോമസ് വന്നിട്ട് എന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞു. ആരോടാ പുള്ളി സുവിശേഷം പറഞ്ഞു? ആദ്യമേ അദ്ദേഹം പഞ്ചാബ് ഏരിയയിൽ, പഞ്ചാബിന്റെ, പാകിസ്ഥാന്റെ, ഇപ്പോഴും പാകിസ്ഥാൻ, ആ ഏരിയയിലാണ് താൻ വന്നത്. കാൽനടയായിട്ടാണ് വന്നത്. പാർത്തിയൻ കിങ്ങുകളുടെ അടുത്താണ് വന്നത്. അത് കഴിഞ്ഞാണ് കടൽമാർഗമാണ് താൻ കൊടുങ്ങല്ലൂർ വന്നിറങ്ങുന്നത്. AD 52 അപ്പോസ്തലനായ തോമസ് കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങുന്നു. ഇറങ്ങുമ്പോൾ ഈയിടെ ശശി തരൂർ കരൺ താപ്പറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഇവിടെ വർഷങ്ങളായിട്ട് 2000 വർഷമായിട്ടുള്ളവരാണ്. അദ്ദേഹം പറഞ്ഞത് കൊടുങ്ങല്ലൂരിൽ AD 52 തോമസ് അപ്പോസ്തലൻ വന്നിറങ്ങുമ്പോൾ ഒരു യഹൂദ പെൺകുട്ടി നൃത്തം ചെയ്ത് അരാമ്യ ഭാഷയിൽ പാട്ടുപാടി നൃത്തം ചെയ്താണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതാ ശരി. അപ്പം ഈ കൊടുങ്ങല്ലൂരിൽ താൻ വരുന്നൊരു കാര്യം എന്താ? BC 1000 മുതൽ, ശലോമോന്റെ കാലം മുതൽ, ദാവീദിന്റെ കാലം മുതൽ ഇന്ത്യയുമായിട്ട്, റോമുമായിട്ടും, യെരുശലേമായിട്ടും, ഇസ്രായേൽ മക്കളുമായിട്ടും ഇന്ത്യക്ക് വലിയ ട്രേഡ് ലിങ്ക്സ് ഉണ്ടായിരുന്നു. കച്ചവട ട്രേഡ് റൂട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ കുരുമുളക്, ആനക്കൊമ്പ്, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, ഇതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി സ്ഥിരമായിട്ട് വർഷത്തിൽ 2-3 പ്രാവശ്യം ആ കാറ്റിന്റെ ഗതി അനുസരിച്ച് പത്തേമാരികൾ വന്നും പോയിക്കൊണ്ടേയിരുന്നു. അതായിരുന്നു ഭാരതം. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആര് വന്നു? യഹൂദന്മാർ വന്നു. 1-2 ഒന്നുമില്ല, ലക്ഷക്കണക്കിന്. ഞാൻ പറയാം, ഞങ്ങൾക്ക് ചരിത്രമുണ്ട്. ലക്ഷക്കണക്കിന് യഹൂദന്മാര് ഭാരതത്തിലുണ്ടായിരുന്നു. അവർ വന്നു, മലയാളികളെ കല്യാണം കഴിച്ചു, മലയാളം പഠിച്ചു. കൊച്ചിയിൽ ഇപ്പോഴും ഉണ്ടായിരുന്നല്ലോ, അല്ലേ? ഇപ്പോഴും ഒരാളുണ്ട്. കൊടുങ്ങല്ലൂരുണ്ടായിരുന്നു. അങ്ങനെ ഈ കേരളം മൊത്തം കൊടുങ്ങല്ലൂർ വഴി ഇങ്ങനെ ഈ ഭാഗങ്ങളിലെല്ലാം ധാരാളം, അല്ലേ, യഹൂദന്മാർ അവർ വന്നു. അപ്പം BC 1000 എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 3000 വർഷമായിട്ട് ഇവിടെ യഹൂദന്മാരുണ്ട്. അവരോട് സുവിശേഷം പറയാനാണ് കർത്താവ് എന്താ പറഞ്ഞത് ശിഷ്യന്മാരോട്? കാണാതെ പോയ എൻ്റെ ആടുകളുടെ അടുത്തേക്ക് നീ ആദ്യം പോകേണ്ടത്. അത് മാത്രമല്ല, എന്തിനാ തോമസ് ഇവിടെ വന്നത്? നമ്മൾ ഭാരതീയർ എന്താ പാടിക്കൊണ്ടിരുന്നത്? അസതോമ സദ്ഗമയ, തമസ്സോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ, ലീഡ് മീ ഫ്രം അൺട്രൂത്ത് ടു ട്രൂത്ത്. എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ. ലീഡ് മീ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ നയിക്കണമേ. ലീഡ് മീ ഫ്രം ഡെത്ത് ടു ലൈഫ്, എന്നെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കണമേ. കർത്താവേ, കടവുളേ, ദൈവമേ, പരമേശ്വര, അവിടെ അങ്ങ് എവിടെ? ഞാൻ ഉഴലുകയാണ്. എനിക്കിതിന് അർത്ഥമില്ല, എനിക്ക് വഴിയറിയില്ല, എനിക്ക് സത്യമറിയില്ല, എനിക്ക് ഇരുട്ടാണ്. അത് നയിക്കണം ഭാരതീയൻ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് മറുപടിയായിട്ടാണ് നാം വചനത്തിൽ കാണുന്നല്ലോ, അപ്പോസ്തലനായ തോമസിനോടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഹല്ലേലൂയ. ഭാരതീയന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് ആരോട് കർത്താവ് പറഞ്ഞോ, ആ മനുഷ്യൻ തന്നെ ഭാരതത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി AD 52 ഭാരതത്തിലേക്ക് വരികയാണ്.